ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 വാർഷിക പരീക്ഷ 6ാം ക്ലാസ്സിൻ്റെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം നടത്തിയതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കി മനസ്സിലാക്കാം. കോളത്തിൽ ശരി രേഖപ്പെടുത്താനാണ്. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം. ഇവിടെ തറാവീഹാണ്. അടുത്തത് അസ്സലാത്തു ഹൈറും മിനൻ നൗം. എന്താണ് തസ്വീബാണ്, തസ്വീബ്. അടുത്തത് അറഫ ലഭിക്കാൻ വേണ്ടി നിസ്കാരം ബിന്ദിക്കൽ എന്താണ്? വാജിബാണ്. അടുത്തത് നിസ്കാരത്തിൽ ചെയ്താൽ ബാത്തിലാകും. ശുക്രിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ ബാത്തിലാകും. അടുത്തത് തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. അടുത്തത് മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിൻ്റെ പ്രതിഫലം 1,00,000 പ്രതിഫലമാണ്. ചേരുംപടി ചേർക്കാൻ സമയമാവുക. സമയമാവുക അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഷർത്താണ്. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. അടുത്ത കിബിലക്ക് മുന്നിടുക. കിബിലക്ക് മുന്നിടൽ അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും സുന്നത്താണ്. അപ്പോൾ അതിൻ്റെ ഇ എഴുതാം. അടുത്ത ഇഅ്തികാഫിന് നിയ്യത്ത് ചെയ്യുക. മസ്ജിദിൽ പാലിക്കേണ്ട അദബാണ്. മസ്ജിദിൽ പാലിക്കേണ്ട അദബിൽ പെട്ടതാണ് ഇഅ്തികാഫിന് നിയ്യത്ത് ചെയ്യൽ. അപ്പോൾ അതിൻ്റെ എഴുതാം. അടുത്തത് തമാശ രൂപത്തിൽ വല്ലതും ചെയ്യുക. അപ്പോൾ നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. അപ്പോൾ അത് അതിൻ്റെ ബി എഴുതാം. അടുത്തത് പുരുഷൻ തലയും ചുമലും മറക്കാതിരിക്കുക. നിസ്കാരത്തിൽ വരുന്ന കറാഹത്താണ്. തലയും ചുമലും മറക്കാതിരിക്കൽ പുരുഷൻ. അപ്പോൾ അതിൻ്റെ സി എഴുതാം. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. അത്തായ സമയമാണ് ഡേഷ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. ഏത് നിസ്കാരത്തിനാണ്? തഹജ്ജുദ് നിസ്കാരത്തിന്. മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ ഡേഷ് റക്അത്താണ്. എത്രയാണ്? 10 റക്അത്താണ്. സജദ വജ്ഹിയ ലില്ലദി ഹലക്കഹു വസവ്വറഹു വശക്ക സംഹുഹു വബസറ ബിഹവാലിഹി വഖുവ്വതിഹി. സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ്. അടുത്തതാ അല്ലാഹു തആലയുടെ പ്രീതി പ്രതീക്ഷിച്ച് 7 വർഷം അദാൻ ചെയ്തവർക്ക് നരകമോചനമുണ്ട്. 7 വർഷം അദാൻ ചെയ്തവർക്ക് നരകമോചനമുണ്ട്. അടുത്തത് അൽ ഫജ്റു സ്വാദിഖ്. വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയം. ഫജ്ർ സ്വാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയം. അടുത്തത് നിസ്കാരത്തിൻ്റെ സമയം അറിയാൻ വഴിയില്ലെങ്കിൽ ദേശ് നടത്തി സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. ഗവേഷണം നടത്തി എന്നാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ഇസ്രാവും മിഅ്റാജും ഉണ്ടായ മാസം അത് റജബിലാണ് ഇസ്രാവും മിഅ്റാജും ഉണ്ടായത്. അടുത്തത് നിസ്കാരത്തിൽ ഖിറാഅത്തിലെ വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താൻ ആരായിരുന്നു? ഹിൻസിബ് എന്ന ശൈത്താനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ ആദ്യം നിർമ്മിച്ച മസ്ജിദുൽ ഖുബാ. അടുത്തത് വെള്ളത്തിന് പ്രയാസപ്പെടുന്ന സമയമുള്ള നിസ്കാരം ഏതാണ്? ഇസ്തിഷ്കാ. അടുത്തത് ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്ത്. നിസ്കാരത്തിൻ്റെ പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഫർളുകൾ എത്ര? 4. നിസ്കാരത്തിൻ്റെ പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഫർളുകൾ 4 അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. നിസ്കാരത്തിലല്ലാത്ത അദാനും ഇക്കാമത്തും സുന്നത്തുള്ള 2 സന്ദർഭങ്ങൾ എഴുതാൻ. എപ്പോഴൊക്കെയാണ്? പ്രസവിച്ച ഉടനെ കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ അദാനും ഇടത് ചെവിയിൽ ഇക്കാമത്തും യാത്രക്കിറങ്ങുന്നവൻ്റെ പിറകിൽ നിന്നും. അപ്പോൾ അതൊക്കെ നമ്മൾ റിവിഷൻ ചോദ്യപേപ്പറിൽ പറഞ്ഞ ചോദ്യങ്ങളാണ് ഇതിൽ കൂടുതലും വന്നത്. അടുത്തത് ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ റുകൂയിൽ എത്തിയ ശേഷം ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ എന്തു ചെയ്യണം? ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർക്ക് ഈമാനുണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. ആർക്കാണ്?
മസ്ജിദിലേക്ക് പതിവായി പോകുന്നവർക്ക് ഈമാനുണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അടുത്തത് മഅ്മൂമ് അബ്ആദ് സുന്നത്ത് മറന്ന് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണം? ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധമാണ്. അടുത്തത് ജമാഅത്ത് സുന്നത്തുള്ള 4 സുന്നത്ത് നിസ്കാരങ്ങൾ എഴുതണം. പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, തറാവീഹ്, മഴയെ തേടിയുള്ള നിസ്കാരം, അങ്ങനെ നമ്മൾ കുറേ നിസ്കാരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്രഹണ നിസ്കാരം അതൊക്കെ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളാണ്. അടുത്തത് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. ആർക്കാണ്? 5 വക്ത് നിസ്കാരം പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുന്നവന്. 5 വക്ത് നിസ്കാരം പൂർണ്ണമായി രീതിയിൽ നിർവഹിക്കുന്നവന് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. അടുത്തെന്താണ്? നിസ്കാരത്തിൽ ഖുർആൻ പാരായണത്തിൽ വരുന്ന കറാഹത്തുകളിൽ 2 എണ്ണം എഴുതുക. എന്താണ്? ഔദു, സൂറത്ത് എന്നിവ ഒഴിവാക്കുക. ഇമാമ് ഫാത്തിഹ ഓതാൻ തുടങ്ങും മുമ്പ് ഫാത്തിഹ ഓതുക. അതൊക്കെ നിസ്കാരത്തിൽ ഖുർആൻ പാരായണത്തിൽ വരുന്ന കറാഹത്തുകളിൽ പെട്ടതാണ്. അടുത്ത ഇനി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാൻ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപമാണ് എഴുതാമെന്നത്. അപ്പോൾ നിങ്ങളെ പാഠത്തിൽ നമ്മൾ റിവിഷനൊക്കെ പറയുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം. ചെറിയ പെരുന്നാളാണെങ്കിൽ അതിൻ്റെ നിയ്യത്ത് വെക്കുക. അപ്പോൾ അത് ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ പഠിച്ചതൊക്കെ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ മസ്ജിദിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടും. അപ്പോൾ ഇത് 2 എണ്ണമാണ് ഇതിൽ എഴുതാൻ വന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ഇനി റിവിഷനായിട്ട് ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയണം. നമുക്കിന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഡിറ്റൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ അപ്ലോഡ് ചെയ്യുകയാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വലിയ തെറ്റുകളാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.